എൻ്റെ പേര് ഉണ്ണി. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ വീട്ടുകാരെങ്ങനെയാണ് നമ്മളെ കാശ് കളയുന്നത്, അതിലേക്ക് നമ്മളെ എങ്ങനെയാണ് അവർ വളരെ തന്ത്രപരമായി എത്തിക്കുന്നത്, ഇനി എത്തിച്ചു കഴിഞ്ഞ് ക്യാഷ് പോയിട്ട് നമ്മളോട് അവരെങ്ങനെയാണ് സംസാരിക്കുന്നത്. ഇത് ബേസ്ഡ് ഓൺ എ റിയൽ സ്റ്റോറിയാണ്. നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്താ കാണിക്കുവോ? ഇവിടെ കാണിക്കുമ്പോൾ ബോള് വരുമ്പോൾ വട്ടം അടിച്ചങ്ങ് ഔട്ടാവും. ഇവിടെ അങ്ങ് സച്ചിനാന്നാ വിചാരം. സ്മൃതി മന്ദന എന്താ ഇവിടെ? ഒന്നുമില്ല മോനെ, നമ്മുടെ മതിൽ എന്ത് രസമുണ്ടല്ലയോ മക്കളെ. എൻ്റെ മോനായതുകൊണ്ടല്ലേ ആ മതിലൊക്കെ പണിത് തന്നത്. നല്ല ഗേറ്റും എന്ത് രസമുണ്ട് മോനെ കാണാന്. മോനൊരു 3-4 ലൈറ്റോടെ ഒന്ന് വെച്ചതാടാ മോനെ. ആ സോളാറിൻ്റെ ഒക്കെ നല്ല ഭംഗിയായിരിക്കും മക്കളെ കാണാന്. സത്യം തരാവോ? എല്ലാം അതിൽ അടുപ്പിച്ചടുപ്പിച്ച് ലൈറ്റ് ഒക്കെ വെക്കാം. ഇത് വരവാ മക്കളെ. എനിക്ക് അമ്മ ലൈറ്റ് ഒക്കെ ആർഭാടമാണ് അമ്മ, വെറുതെ അതിന്റെ കണ്ണ് കാണണ്ട. ഞങ്ങള് പ്രായമായി കണ്ണ് കാണുന്നോണ്ട് അവിടെ നല്ല കിടിലം KSEB ഇട്ടേക്കുന്ന സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്. ഇനി അത് പോരാങ്കിൽ മോളിൽ ലൈറ്റ് ഉണ്ട്. KSEB ഇട്ടേക്കുന്ന അതല്ലെങ്കിൽ ടോർച്ച് ഉണ്ട്. ഈ മതിലേലുള്ള വെട്ടം കണ്ടിട്ട് റോഡിൽ പോകും ആര്? അത് മിക്കവാറും അയ്യോ, അതിന്റെ ആവശ്യമൊന്നുമില്ല. എൻ്റെ ചെറിയൊരു ആഗ്രഹമായിരുന്നു, ഞാൻ കാണിച്ചു തരാം. മതിൽ പണിയൊക്കെ കഴിഞ്ഞടി. ഇനി എനിക്ക് ഒരാഗ്രഹവും ഇല്ല. ഇനി ഒരു ചെറിയ ആഗ്രഹമുണ്ട്. അങ്ങ് പടിഞ്ഞാറ് അവരുടെ മതിലെ 2-3 ലൈറ്റ് കണ്ട് അതാവും വെച്ച് തരുമായിരിക്കും. നല്ല രസമാണ് കാണാൻ. എന്തായാലും അതൊന്ന് വെക്കണം, അതൂടെ ഉള്ളു. അതൂടെ കഴിഞ്ഞാൽ എനിക്ക് ഒരാഗ്രഹവും ഇല്ല. മതിലെ 4 ലൈറ്റെല്ലാം വെക്കാൻ പറഞ്ഞുള്ളൂ, കൊത്തുപണിയൊന്നും ചെയ്യാൻ പറഞ്ഞില്ലല്ലോ താജ്മഹലിൻ്റെ കൂട്ട്. ഇപ്പം ഞങ്ങളുടെ പൈസ ഒന്നുമില്ല. നിന്നെയൊക്കെ ഉള്ളപ്പോൾ പൈസ ഇഷ്ടം പോലെ തന്ന് പഠിപ്പിച്ചതാ. ഇപ്പം അതൊന്ന് വെക്കാൻ പറയുമ്പോൾ നീ ചാടിക്കൊണ്ട് വരുന്നോ? എൻ്റെ ചിട്ടി വീഴട്ടെടാ, നിൻ്റെ പലിശ അടക്കം നിനക്ക് ഞാനങ്ങ് തന്നേക്കാം. ഓ, 2 സോളാറിൻ്റെ 4 ബൾബൊന്ന് വെക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് തുള്ളി കാണിക്കുന്നു. എന്താ നോക്കുന്നത്? ഉള്ള കാര്യമാണ് പറഞ്ഞത്. ഇത്രയെല്ലാം പഠിപ്പിച്ചില്ലയോ? ആ പൈസയൊക്കെ എവിടെ നിന്നായിരുന്നു? ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഇപ്പം ഞങ്ങളുടെ പൈസ ഇല്ലാതെ വന്നപ്പോൾ ഞങ്ങൾക്കൊരു വിലയില്ല, ഒന്നുമില്ല. ഇങ്ങോട്ട് വന്നേ. എൻ്റെ കയ്യേ ഇത്രേ പൊങ്ങത്തുള്ളൂ. അല്ലെ പൊങ്ങും. നീ കുറെ പൊക്കും. ലൈറ്റ് അടിച്ച് ഞാനല്ലെങ്കിൽ ഫ്ലാഷ് മോങ്കിലും കത്തിച്ചേനെ. മതിലെ ഫ്ലാഷ് നിന്നേനെ. വേണ്ട, വേദനയാ. ഇവിടെ 500 രൂപ വെച്ചാൽ എത്തി പിടിക്കൂ. അന്നേരം തോട്ടിയിട്ടെങ്കിലും പിടിക്കും. തോട്ടിയിട്ട് ഓ അങ്ങ് മതി. പോ ചെല്ലി. ഇതിനെന്താ വിലയാ? 10-15 രൂപയിൽ കൂടുതലായില്ലയോ? നിനക്ക് അതിനൊന്നും പൈസ ഇല്ലയോ ചിലവാക്കിയത്? ഞാനൊരു കാര്യം വെക്കാൻ പറഞ്ഞപ്പോൾ നിനക്ക് പൈസ ഇല്ല. ശരിയാണോ പറയുന്നത്? ഇതിന് ഇത്രയും രൂപ നീ മുടക്കിയില്ലയോടാ? വലിയ വീരവാദം അടിക്കുന്നവൻ ഇരുന്നുകൊണ്ട്. 4 സോളാറിൻ്റെ ലൈറ്റ് വെക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോഴേ ഇങ്ങനെ 4 പവൻ മേടിക്കാൻ പറഞ്ഞിരുന്നെങ്കിലോ? എൻ്റെ പെണ്ണുപിള്ള വീട്ടിൽ നിന്ന് വല്ലതും കൊണ്ടുവരുവാണെങ്കിൽ കണക്കിന് എന്താ ആയിരിക്കും? എന്താ വെച്ചോ, ഞാൻ പറഞ്ഞോളാം. രാജേഷനെ വിളിച്ച് 4 ലൈറ്റ് അല്ലേ, വെച്ചോ, സമാധാനം തരണേ. ഇനി അമ്മയ്ക്ക് ആഗ്രഹങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അയ്യോ, ഇനി ഒന്നുമില്ല. ഒരാഗ്രഹവും ഇല്ല. അമ്മയുടെ ആഗ്രഹം എല്ലാം കഴിഞ്ഞു. സത്യമാണേ? സത്യമാണ്. ആഗ്രഹങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി ഒരാഗ്രഹവും കൂടെ ഉണ്ട്. ഈ കടയിൽ ഒരു CCTV, അതായത് കറങ്ങുന്നത്. ഒരാൾ വന്ന് ആ ആടെ കൂടെ ആ ക്യാമറ കറങ്ങണം ഇങ്ങനെ. അതോടെ ഒരാഗ്രഹം. അവനോടൊന്ന് പറയണം എങ്ങനെയെങ്കിലും. ഇനി അത് മാത്രമേ ഉള്ളൂ ആഗ്രഹം. അതോടെ ഇനി അവനോട് പറഞ്ഞു എങ്ങനെയെങ്കിലും ഒന്ന് സാധിപ്പിക്കണം. ഉണ്ണിയേ, ദൈവമേ കാത്തുകൊള്ളണേ. ഉണ്ണിയേ, എന്താ മോനെ, അമ്മയ്ക്ക് ഒരാഗ്രഹവും കൂടെ. ഇതെന്ത് അമ്മ തീരുമ്പോ ഓരോ ആഗ്രഹം പറയാം? അമ്മ എന്തോ അക്ഷയപാത്രം കൊണ്ട് നടക്കണം ആഗ്രഹങ്ങളെ? ഇതിന് മാത്രം ആഗ്രഹങ്ങൾ എന്തുവാ? ഓരോ മിനിറ്റിലും ഓരോ ആഗ്രഹമാണ്. എന്നിട്ട് എല്ലാ ആഗ്രഹത്തിൻ്റെ അവസാനം പറയും അമ്മയുടെ ആഗ്രഹമായിരുന്നു, കുഞ്ഞാഗ്രഹമായിരുന്നു. പറ, 1000 രൂപ താഴെയുള്ള ആഗ്രഹം വല്ലതും ആണോ? മോനെ, ഇവിടെ ഒരു CCTV വെക്കണം, കറങ്ങുന്നത്. ഇപ്പം ഞാൻ വരുവാണ്, എൻ്റെ കൂടെ അങ്ങ് വരും. ഇവിടെ ആര് വന്നാലും അമ്മ അവരെ കറങ്ങി നിന്ന് വീക്ഷിക്കുന്നുണ്ടല്ലോ. പിന്നെ കാതുകൊണ്ടും കണ്ണുകൊണ്ടും ഇനി എന്തൊക്കെ കൊണ്ട് വീക്ഷിക്കുക അതുപോലെ വീക്ഷിക്കുന്നുണ്ടല്ലോ. ഇനി ഒരു ക്യാമറയുടെ ആവശ്യമുണ്ടോ? ഇവിടെ കാല് കുത്തുമ്പോഴേ പറയും രമണിയാ, അവിടെ വരുമ്പോഴേ സുമയാ, ഇപ്പം കയറുക ലീലയാ, എല്ലാം അറിയാം. അന്നക്കം കേട്ട് കണ്ടുപിടിക്കും. വൈബ്രേഷൻ സെൻസർ വല്ലതും ഉണ്ടോ നിങ്ങൾക്കിനി? എന്തിനാ ക്യാമറ? അയ്യോ വേണ്ട, എന്തൊരു നാക്കായത്, മതിയായി. എൻ്റെ ഒരു ചെറിയൊരു ആഗ്രഹമായിരുന്നു, എന്തോ ഒരു നാക്കായത്. എൻ്റെ കൈക്ക് വേദനയായിപ്പോൾ. അല്ലെ ഞാനുണ്ടല്ലോ ഈ ക്യാമറയും കൊണ്ട് ഇവിടെ നിന്ന് കറങ്ങിയേനെ. അച്ഛൻ്റെ 2-3 പിച്ചാത്തിയാണ് കാണാതെ പോയത്.
എന്നോടൊക്കെ ആര് പറയാനാ? ഞങ്ങളുടെ ദുഃഖങ്ങൾ ആരോട് പറയാൻ? ആർക്കെങ്കിലും അറിയണോ? പൈസ എന്ന സമയത്ത് ഒരു ക്യാമറയും കൂടെ കറങ്ങുന്നത് വെച്ച് തരാൻ പറഞ്ഞപ്പം എന്തെല്ലാം ന്യായമാ പറയുന്നത്. ഒരു ക്യാമറ ഇല്ലയോ, വെച്ചോ. ഓഹ്, ഇവിടെ ക്യാമറ ശരിക്കും അത്യാവശ്യമാണ്. എന്താ കണ്ടോ? സൗണ്ട് കേൾക്കാൻ ഇരിക്കായിരിക്കും. എന്താ വേണം, ഇടയ്ക്ക് ഞങ്ങളോടും തിന്നണം. നിങ്ങൾ തന്നെ അങ്ങ് തിന്നാലോ. ക്യാമറ അത്യാവശ്യമാണ്. ശോ, 6000 7000 8000. അയ്യോ അമ്മ, അമ്മേ, എന്താടാ? മതിലെ ലൈറ്റ് വെച്ചത് 6000, ആ ക്യാമറ വെച്ചത് 5000, ആ മൊത്തം കൂടെ ഇപ്പൊ എത്ര ആയെന്നറിയാവോ? ഇവിടെ ആരാണ്ട് പറഞ്ഞു ഇതൊക്കെ വെക്കാനാ? നീ എന്തിനാ വെറുതെ പൈസ കളഞ്ഞത് വെക്കെ? ഞാനൊന്ന് പറഞ്ഞതും വേണ്ടി ഇത്രയും പൈസ മുടക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ? ഇടാ കുഞ്ഞിലെ പഠിക്കണമായിരുന്നു പൈസ ചിലവാക്കാനാ. ഇങ്ങനെ ദൂർത്തടിച്ച് പൈസ കളയരുത്. ആരാണ്ട് ആവശ്യപ്പെട്ടോ? ഞാൻ ചുമ്മാതെ അത് വേണോ ഇത് വേണോ എന്നൊക്കെ പറയും ഇതിൻ്റെ ഇടയ്ക്ക്. നീ അതെല്ലാം അങ്ങ് സാധിക്കാൻ പറഞ്ഞോ നിന്നോട്? എന്താ മതിലെ ലൈറ്റ് ഇല്ലെങ്കിൽ ആരും കാണത്തില്ല, അങ്ങോട്ട് വെച്ചാലേ കാണത്തുള്ളൂ. ക്യാമറ ഇല്ലേ എന്താ? ഇതിനു മുമ്പ് എന്തിനു മാത്രം ക്യാമറ ഉണ്ടായിരുന്നു എല്ലായിടവും? പണ്ട് ഒരു കുഴപ്പവും ഇല്ലായിരുന്നല്ലോ. ക്യാമറ വെക്കാൻ പോയി, ലൈറ്റ് വെക്കാൻ പോയി, എന്നിട്ട് ഇന്നുകൊണ്ട് കണക്ക് പറയുന്നു. അമ്മാ അമ്മോ എന്താ? ഞാനങ്ങനെ പലതും പറയും. അതിനൊക്കെ അങ്ങ് തുള്ളാനിരിക്കരുത്. ഞാൻ നിന്നോട് ആവശ്യപ്പെട്ടോ ഇതെല്ലാം മേടിക്കാൻ? ഞാൻ ഒന്നോ രണ്ടോ ഒന്ന് പറഞ്ഞു, ശരിയാ, സമ്മതിച്ച്. ഇത്ര പെട്ടെന്ന് കാര്യം സാണ്ടാക്കുമെന്ന് ഞാൻ അറിഞ്ഞു. ഇപ്പം ഇരുന്നുകൊണ്ട് കൂട്ടുന്നു. ഇങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ നമ്മളോട് ഓരോരോ കാര്യം പറഞ്ഞിട്ട് നമ്മൾ കാശ് മുടക്കിയിട്ട് ആ കാശിന്റെ കാര്യം ചോദിക്കുമ്പോൾ ഇവരാരും ഒന്നും പറഞ്ഞവരില്ല. ഒരു വള മേടിച്ചു തരാൻ പറയാൻ 5 വർഷം കൊണ്ട് പറയാം. ഒരു വള, അവന് ലൈറ്റ് വെക്കാനും ക്യാമറ വെക്കാനും മീനിൻ്റെ ടാങ്ക് മേടിക്കാനും TV മേടിക്കാനും എല്ലാം പൈസ ഉണ്ട്. ആഹാ, എൻ്റെ ഒരു കുഞ്ഞാഗ്രഹമല്ലായിരുന്നു ഒരു 2 പവൻ്റെ ഒരു വള. ഇപ്പം എന്താണ്ട് ഇതിട്ടോണ്ട് നടക്കുക ആണോ? പറഞ്ഞിട്ട് നീ അനക്ക് അത് വയ്യാലോ. അതും കൂടെ ഉള്ള ആഗ്രഹം. അതുകൂടെ ഉള്ളു. ആ എന്നിട്ട് ഇതെല്ലാം വെച്ച ചെയ്തോണ്ട് ശേ ഇതും കൊണ്ട് ആവശ്യമുള്ളതായിരുന്നു. ആ പൈസ എനിക്ക് തരണമായിരുന്നു. ഇത് മേടിക്കായിരുന്നു വള. നാളെ കാലത്തായാലും സ്വർണം മേടിച്ചിട്ടാ ഉപകരിക്കും. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു?